ഹായ് ഹലോ ഗൈസ് നമസ്കാരം. സിബിൻ വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. സുഹൃത്തുക്കളെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ, നമ്മുടെ ബിഗ് ബോസ് വിന്നർ. ഇപ്പോഴ് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോസ്റ്റുകൾ കാണാം. അതായത് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചായിരുന്നു. പക്ഷേ സിനിമ നിർഭാഗ്യവശാൽ പൊട്ടി പാളിഷായി. മിഡ് ലൈറ്റ് ഇൻ മുള്ളം കൊല്ലി എന്നാണ് ആ പടത്തിൻ്റെ പേര്. അപ്പോൾ പടം എന്തായാലും തിയേറ്ററിൽ ഫ്ലോപ്പായി. അപ്പം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് സംവിധായകനൊക്കെ ആദ്യം പറഞ്ഞ കഥ വേറെയാണ്, അങ്ങനെയാണ് അഭിനയിച്ച് പടം പൊട്ടിയത്. അയാൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു പടം വന്നില്ല, അതുകൊണ്ടാണ് ആ സിനിമ പൊട്ടിയതെന്നാണ് പറയുന്നത്. എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം, അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയുടെ കഥ ആദ്യം കേൾക്കുന്നതാണ്. കഥ കേട്ടിട്ടാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഡയറക്ടറെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ പടമാകുമ്പം പൊട്ടുകയും വിജയിക്കുകയും ചെയ്യും, സ്വാഭാവികം. എന്തായാലും അഖിൽ മാരാറിൻ്റെ ആദ്യത്തെ സിനിമ, നായകനെ അഭിനയിച്ച സിനിമ പൊട്ടി പാളിഷായി. ആ പടം കാണണവർക്കറിയാം അഖിൽ മാരാറിൻ്റെ അഭിനയം ആക്ട് അത്ര പോരാ. ഇങ്ങനെ അല്ല, ബിഗ് ബോസ് കാണികൾക്ക് നാക്കൊക്കെ തള്ളിപ്പിടിച്ച് കുട്ടു ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ വരണ ആ ഒരു ക്യാരക്ടർ. എന്തായാലും അഭിനയം അണ്ണന് അത്ര പോരെന്ന് തോന്നണ്. എന്തായാലും കുഴപ്പമില്ല. അഖിൽ മാരാറിൻ്റെ അടുത്ത് പറയാനുള്ള, ഇനി അടുത്ത ഏതെങ്കിലും ഒരു നല്ല സിനിമ വരെയാണെങ്കിൽ അതിൽ കയറി അഭിനയിക്കുക. പിന്നെ അഭിനയമെന്ന് പറയുന്നത് അതൊരു കലയാണ്. നമ്മളെ ലാലേട്ടനെ അനുകരിക്കാൻ നോക്കിയതാണ് ബുള്ളറ്റിലൊക്കെ വന്നിട്ട്. പക്ഷേ എന്ത് പറയാനാ, പടം പൊട്ടി പാളിഷായിപ്പോയി. ബിഗ് ബോസിലടക്കം പോയിട്ടാണ് ഇദ്ദേഹം പോയി പ്രമോ ഒക്കെ ചെയ്തത്. എന്നിട്ടും ഈ പടം എന്താ ഫ്ലോപ്പായി പോയത്?